ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റോറി പറയാനാണ്. ഇത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടൊന്നുമില്ല, ഇതെൻ്റെ ഇമാജിനേഷൻ ഉണ്ടാക്കിയതാണ്. അത് നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ഒരു ദിവസം പട്ടു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് വീട്ടിലോട്ട് പോവുകയായിരുന്നു. ആ ദിവസം അവൻ വീട്ടിലെത്താൻ കുറച്ച് താമസിച്ചിരുന്നു. പെട്ടെന്ന് അവൻ്റെ സൈഡിലായിട്ട് ഒരു വെള്ള കാർ വന്ന് നിന്നു. ആ വെള്ള കാറിലുള്ളയാൾ ബട്ടുവിനോട് ചോദിച്ചു, നിനക്ക് ലിഫ്റ്റ് വേണോ എന്ന്. ഞാൻ തന്നെ നടന്നു പോയിക്കോളാം. അങ്ങനെ ബട്ടു നടന്ന് ഒരു പാലത്തിൻ്റെ അറ്റത്തെത്തി. അവൻ അങ്ങനെ നടന്ന് കുറേ ആ പാലത്തിലൂടെ നടന്നു. അപ്പോഴാണ് അവൻ്റെ കാര്യം ചിന്തിക്കുന്നത്. അവൻ്റെ മുഖം പെട്ടെന്ന് മാറി, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അവനത് ഓർക്കുന്നത്, ഇത്രയും നേരമായിട്ടും അവൻ ആ പാലം കടന്നിട്ടില്ല. അവൻ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നാൻ തുടങ്ങി. അവൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കാൻ തുടങ്ങി. അവൻ തീരുമാനിച്ചു സൈഡിലുള്ള വഴി കൂടെ താഴോട്ട് ചാടി രക്ഷപ്പെടാമെന്ന്. അവൻ ആ പാലത്തിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്ത് ചാടി. താഴെ ഒരു റോഡായിരുന്നു, പക്ഷേ അവൻ വീണ പാടെ അവൻ്റെ ഒരു വെള്ളത്തിൽ വീണു. അവൻ അവിടെയുള്ള ഒരു മീനിനെ തൊട്ടു. അവൻ പെട്ടെന്ന് പിന്നെയും ആ പാലത്തിനെത്തി. അവൻ ഞെട്ടിപ്പോയി, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് വിചാരിച്ചു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ നിന്നുപോയി. പെട്ടെന്നാണ് അവൻ്റെ മുന്നിൽ പിന്നെയും ആ വെള്ളക്കാർ വന്നു നിന്നു. അയാൾ പിന്നെയും ഇവനോടൊന്ന് ചോദിച്ചു, ഹേയ് കൊച്ചുകാർക്ക, നിനക്ക് ലിഫ്റ്റ് വേണോ? ആ, എനിക്ക് ലിഫ്റ്റ് വേണം. നിങ്ങൾക്ക് എന്നെ എവിടെ കൊണ്ടുവിടാൻ പറ്റും? നിനക്ക് എവിടെയാണോ പോവേണ്ടത് അവിടെ ഞാൻ നിന്നെ കൊണ്ടുവിടും. എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയാൽ മതി. ഇയാളെ കണ്ടിട്ടാണ് എനിക്ക് അത്ര ശരിയൊന്നുമില്ല. ഇയാൾ നീ മാസ്കം തൊപ്പേക്ക് വെച്ച് നടക്കുന്നേ. എടാ കൊച്ചുകാർക്ക, നിന്റെ പേരെന്താടാ? ബട്ടൂന്നാ. നീ എന്താടാ സീറ്റ് നിൽക്കുന്നേ? എന്റെ കാലല്ലേ, ഞാൻ നിൽക്കും. പക്ഷേ ഇത് എന്റെ വണ്ടിയാ. അതിന് പെട്ടെന്ന് ആ വണ്ടി ഇടിച്ചു. ഞാനെന്താ ഇവിടെ? അപ്പോൾ അങ്ങോട്ടൊരു ഡോക്ടർ വന്നു. ഡോക്ടർ, ഞാനെന്താ ഇവിടെ? ഈ പാലത്തിൽ നിന്ന് വേണം എന്റെ ബോധം പോയി, പിന്നെ നിന്നെ ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നോ. അപ്പൊ ഞാൻ ഇത്ര നേരം കണ്ട സ്വപ്നമാ? അതൊന്നും എനിക്കറിയില്ല. ചോ, ഞാൻ വെറും ഒരു മണ്ടൻ തന്നെ. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നിന്നെ കൊണ്ടുവിട്ട ഒരു വെള്ള കാറുകാരനാണ്, പക്ഷെ മാസ്കും കോട്ട കിട്ടുന്നുണ്ട്. വെള്ളക്കാരുകാരനോ?